ഇന്ത്യയിലെ ഒരു സംസ്ഥാനം ഉത്തർപ്രദേശ്. ഉത്തർപ്രദേശിൻ്റെ തലസ്ഥാനം ലക്നോ. ഈ ലക്നോ ഭരിച്ചിരുന്നത് അവധ് രാജവംശത്തിലെ നവാബുമാരാണ്. ഇന്ന് ഉത്തർപ്രദേശിൻ്റെ ക്യാപിറ്റൽ സിറ്റിയാണ് കേട്ടോ ലക്നോ. ഈ നവാബിലെ അവസാനത്തെ ബീജം 1857 സ്വാതന്ത്ര്യ സമരത്തിൽ പങ്കെടുത്തതുകൊണ്ട് ബ്രിട്ടീഷ് രാജ്ഞിയുടെ കീഴിലായി നേരിട്ടുള്ള ഭരണം. ഇവിടെ 2 ബഡ ഇമാംബറകളുണ്ട്, ബഡയും ചോട്ടയും. ഇമാംബറ എന്ന് വെച്ചാൽ ഷിയ മുസ്ലിംസിൻ്റെ പ്രീസ്റ്റ് താമസിക്കുന്ന സ്ഥലമാണ്. ഇവിടെ താമസിച്ചാണ് അവർ അവരുടെ മതവിശ്വാസികൾക്ക് പഠനം നടത്തുന്നത്. ഇതാ ഒരു ഗേറ്റ് നോക്കൂ, ആ ഗേറ്റിന് മുമ്പുള്ള പൂന്തോട്ടവും എന്താ വൃത്തിയായി സൂക്ഷിച്ചിരിക്കുന്നു. വളരെ ആകർഷണമാണ് കേട്ടോ ലക്നോ. നമ്മൾ ജീവിച്ചിരിക്കുമ്പോൾ ഒന്ന് പോയി കാണേണ്ട സ്ഥലം തന്നെയാണ് ലക്നോ. ഈ ബഡ ഇമാംബറയുടെ മട്ടുപ്പാവിൽ പോരുവാൻ 1024 വഴികൾ, തിരികെ വരുവാൻ 2 വഴികൾ മാത്രം. വളരെ ഇടുങ്ങിയ വഴികൾ, വെളിച്ചവുമില്ല. അതിനകത്ത് പ്രവേശിച്ചു വന്നവർ തിരികെ പുറത്തു വരുവാൻ വളരെയധികം ബുദ്ധിമുട്ടും. ഇന്നത്തെ കാലത്ത് മൊബൈലുള്ളതുകൊണ്ട് മൊബൈലിൻ്റെ വെളിച്ചത്തിൽ നമുക്ക് തിരിച്ചു പോരാൻ കഴിയും. പണ്ട് നോർത്ത് ഇന്ത്യകളിൽ എല്ലാ പട്ടണത്തിലും 4 ഗേറ്റുകളും ഉണ്ടാവും. ഇവിടെയും 4 ഗേറ്റ് ഉണ്ട്. ഇതാ ഒരു ഗേറ്റ് നോക്കൂ, അത്ര ഭംഗിയുള്ള ഗേറ്റ്. 4 ഗേറ്റും നല്ല ഭംഗിയുള്ളത് തന്നെയാണ്. ഈ ഗേറ്റിനുള്ളിലാണ് പട്ടണവാസികളുടെ എല്ലാ പരിപാടികളും നടക്കുന്നത്. കച്ചവടം വരെ. ഇവിടെയും കച്ചവടപ്പുരകൾ ഇന്നും ഉണ്ട്. പക്ഷേ ഇന്നത്തെ കാലത്ത് ആ പുരകളൊന്നും ആകർഷണമല്ല. ഇതാ ഒരു ഗേറ്റിലൂടെ നോക്കൂ, അത് നല്ല വെളുത്ത ഗേറ്റാണ്. ഇവിടെ ഒരു കുളവുമുണ്ട്. ആ കുളത്തിന്റെ പടവുകൾ വളരെ ഭംഗിയായി നിർമ്മിച്ചിരിക്കുന്നു. ഈ പടവുകളിലിരുന്ന് ആൾക്കാർ കലാപരിപാടികൾ കാണും, ആസ്വദിക്കും. എല്ലാവർക്കും വരാമായിരിക്കും അന്നത്തെ കാലത്ത്. ഇതാ ഒരു കുളിപ്പുരയാണ്, രാജാവിൻ്റെ കുളിപ്പുര. ഇവിടെ ചൂടുവെള്ളവും കിട്ടും, തണുത്ത വെള്ളം കിട്ടും. ഇത് രാജാവിൻ്റെ ശൗര്യമാണ്. ഇതാണ് കുളിപ്പുരയുടെ പുറം. ഇതാ ഇവിടെയാണ് അവരുടെ ഭരണ സ്ഥിരകേന്ദ്രം. ഇതാ നോക്കൂ, ഒരു ഗോപുരം, 8 സൈഡുള്ള ഗാലറിയിൽ നിന്ന്. ഇതൊരു മ്യൂസിയമാണ്. ഈ മ്യൂസിയത്തിൽ വളരെയധികം നല്ല പടങ്ങളുണ്ട്. ഇതാ ഒരു ക്ലോക്ക് ടവർ. ഈ ക്ലോക്ക് ടവറിനെ ഗംഗാ ക്ലോക്ക് ടവർ എന്ന് പറയുന്നു. ഈ കുളത്തിന് ആ പേര് തന്നെ കിട്ടി, ക്ലോക്ക് ടവറിൻ്റെ സമീപമായതുകൊണ്ട്. എന്നിരുന്നാലും ആദ്യം കുളമാണ് പണിതത്. ഈ കുളത്തിൻ്റെ തീരത്തിരുന്നാലും നമുക്ക് എന്തോരം സമയം ചെലവഴിച്ചാലും സമയം പോകുന്നത് അറിയില്ല. എന്നിരുന്നാലും ചൂട് കാലത്ത് പോയിരിക്കാൻ കഴിയില്ലല്ലോ, അത്രയധികം ചൂടുണ്ടാവും. ഈ കുളത്തിൽ എന്നും വെള്ളം ഉണ്ടാവും, വെള്ളം പറ്റുകയില്ല. ക്ലോക്ക് ടവറിലെ ക്ലോത്തും ഇപ്പോഴും വർക്ക് ചെയ്യുന്നുണ്ടോ എന്ന് എനിക്കറിയില്ല. ഞാനത് ശ്രദ്ധിച്ചില്ല, വിട്ടുപോയി. ആരോടും ചോദിക്കാനും കഴിഞ്ഞില്ല. നിങ്ങളെല്ലാവരും എൻ്റെ വീഡിയോ കാണണം, കണ്ട് അഭിപ്രായം പറയണം. എന്നാലേ എനിക്ക് യൂട്യൂബിൽ പിടിച്ചു നിൽക്കാനാവും. എൻ്റെ ചാനലിൻ്റെ പേര് ശല്യമോ. നിങ്ങളെല്ലാവരും കാണുമെന്നുള്ള പ്രതീക്ഷയും നിങ്ങളെല്ലാവരും എൻ്റെ വീഡിയോയിലേക്ക് ഞാൻ സ്വാഗതം ചെയ്യുന്നു.